My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? നിങ്ങൾക്കുള്ള മെസ്സേജ് ഐ എം റിയലി സോറി ഫോർ കീപ്പിംഗ് യു വെയിറ്റ്. കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു റീഡിങ്ങിന് വേണ്ടി. സോ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഞാൻ യാത്രയിലായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. സോ ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഇന്നലെ നിങ്ങൾക്ക് തരേണ്ട ഒരു മെസ്സേജ് ആയിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് മേ ബി ഇതായിരിക്കാം നിങ്ങളത് കേൾക്കേണ്ട പെർഫെക്റ്റ് ടൈം. സോ എന്താണോ നിങ്ങൾ സീക്ക് ചെയ്യുന്നത് അത് നിങ്ങളെ സീക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണോ നിങ്ങൾ അന്വേഷിക്കുന്നത് അത് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സമയം മനസ്സമാധാനം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത് അന്വേഷിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് നിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, മനസ്സിൻ്റെ നിയന്ത്രണം ഉണ്ടാവുക, മനസ്സിന് വേണ്ട സ്ട്രെങ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ ഈ ഒരു സമയം ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തെ പറ്റി ആലോചിച്ച് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ സ്വയം നിങ്ങളെ ഹേർട്ട് ചെയ്യാതിരിക്കുക. ഇത് നിങ്ങൾക്കുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, സോ കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഫ്ലോ ചെയ്യാൻ അലോ ചെയ്യുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആക്കാതിരിക്കുക. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്യുക ചില സിറ്റുവേഷൻസ് ആൻഡ് ചില സിറ്റുവേഷൻ്റെ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ പോവുക. ആൻഡ് നിങ്ങൾക്കുള്ള ഗ്രേറ്റ് മെസ്സേജ് എന്ന് പറയുന്നത് വാട്ട് യു സീക്ക് ഈസ് സീക്കിംഗ് യു. ഓക്കെ, ലെറ്റ്സ് സീ എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ, എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഓക്കെ, സോ ബി പ്രിപ്പയർഡ്. പുതിയ കാര്യത്തിലേക്ക് എന്നുള്ളതല്ല, നിങ്ങളുടെ ലൈഫിൻ്റെ നിങ്ങൾ ഫേസ് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? സ്റ്റെപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്. ചില പ്ലേസിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് എടുക്കുക, ആക്ഷൻ എടുക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. ഇതൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഈ സമയത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ആക്ഷൻ? എന്താണോ ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അവിടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ആക്ഷൻ നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഓരോ ചെറിയ സ്റ്റെപ്സും ഓരോ ചെറിയ ആക്ഷൻ പോലും നിങ്ങളെ മുന്നോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വെറുതെ ഇരുന്ന് ആലോചിച്ച് നിങ്ങളുടെ ടൈം കളയാതിരിക്കുക. ഈ സമയത്ത് നല്ലത് സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ഹോപ്പ് ഉണ്ട്, ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വരിക. സ്പെഷ്യലി നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിലേക്കും നിങ്ങൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യത്തിലേക്കും, നിങ്ങളുടെ ചിന്താഗതി എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യത്തിലേക്കും, നിങ്ങളുടെ കഴിവ് എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യത്തിലേക്കും, നിങ്ങൾ കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്കാണ് നിങ്ങളെ ലീഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഒരു കംഫർട്ട് പ്ലേസിൽ നിൽക്കരുത്. ഓക്കെ, ബിക്കോസ് ഈ സമയത്ത് ലൈഫ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി പുതിയ പാത്ത് ചൂസ് ചെയ്യാനാണ് നമ്പർ 5 നിങ്ങൾക്ക് തരുന്ന ഒരു കൺഫർമേഷൻ. സെയിം കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം സെയിം ആയിരിക്കാം, പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അതിന് എഗെയിൻസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു യാത്രയിലേക്ക് നിങ്ങൾ എത്തിക്കുന്നുണ്ടാവില്ല. സോ നിങ്ങൾ പുതിയ പാത്ത് അതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, ചില വഴിയിൽ കൂടെ പോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ വഴി ചൂസ് ചെയ്യാം, പുതിയ വഴി ചൂസ് ചെയ്യാം. ഓക്കെ, മേ ബി നിങ്ങൾ വിചാരിക്കും ആ വഴിയിൽ കൂടെ പോയാൽ എത്തുമോ, ഇതല്ലേ അതിലേക്കുള്ള വഴി നിങ്ങൾക്ക് തോന്നുകയാണ്. മേ ബി നിങ്ങൾ ചില റൂട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത്, പരിചയമില്ലാത്ത വഴിയിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് ഉണ്ടായിരിക്കണം. മേ ബി ആ ഒരു യാത്രയുടെ അവസാനമായിരിക്കാം നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചെല്ലാനും സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഈ ഒരു സമയത്ത് എന്താണ് ഞാൻ ഇത് പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ സമയത്ത് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴികൾ കണ്ടെത്തുക, അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ വേറെ കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾ അങ്ങനെ നോക്കി പോകുന്ന സമയത്ത് ഇതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിന് ഫ്ലോ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അങ്ങനെ നടന്നു പോകുന്ന യാത്രയിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടെ കണക്ട് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേല് റിലേറ്റ് ചെയ്യാം. ഓക്കെ, ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾ പുതിയ പാത്ത് ചൂസ് ചെയ്യുക, പുതിയ ഹാബിറ്റ് ചൂസ് ചെയ്യുക, പുതിയ ആക്ഷൻ എടുക്കുക. ഈവൻ സെയിം കാര്യമാണെന്നുണ്ടെങ്കിലും അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചും സിറ്റുവേഷനൊക്കെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക, എവിടേക്കാണ് നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്, എവിടേക്കാണ് നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ സ്വയം നിങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സ്വയം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ആക്സെപ്റ്റൻസ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും വേണ്ടത് നിങ്ങളുടെ മേലെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റെക്കഗ്നേഷൻ ആണ്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളതാണോ, നിങ്ങൾ ഡിസേർവ് ആണോ എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പല കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ചില പ്ലേസിൽ നിങ്ങൾക്ക് പെർമിഷൻസ് കൊടുക്കുകയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എവിടേക്കാണെന്നറിയില്ല, നിങ്ങൾ എവിടേക്കോ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ റിലേറ്റ് ചെയ്യുക, നിങ്ങളുടെ ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു മാസ്കുലിൻ പവറാണ് നിങ്ങൾ കാണിക്കേണ്ടത്. നിങ്ങളാണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു മാസ്കുലിൻ
പ്ലാൻ ആണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ആ ഒരു ഡിറ്റർമിനേഷൻ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ആ ഒരു ആക്ഷൻ, ആ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങളെടുത്ത് കാണിക്കേണ്ടത്. ഓക്കെ, സോ ആവശ്യമില്ലാത്ത തോട്ട്സിനോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചില ഇമോഷൻസിനോ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് പെർമിഷൻസ് കൊടുക്കാതിരിക്കുക. സ്വയം അംഗീകരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തോ അംഗീകരിക്കുക. എന്നിട്ട് ബെറ്റർ ആയിട്ടുള്ള ആക്ഷനിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഫൊർഗീവ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട പ്ലേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ സ്വയം ക്ഷമിക്കാനും കൂടെ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, what you need to hear right now. എന്താണ് ഈ സമയത്ത് നിങ്ങൾ കേൾക്കേണ്ടത്? ഈ ഒരു സമയത്ത് പ്രോബബ്ലി നിങ്ങൾക്ക് ഈവൻ എത്ര സൈൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും സ്റ്റിൽ നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടാവില്ല അല്ലെ? നിങ്ങൾ ഐ ഡോണ്ട് നോ നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. അവിടെ നിങ്ങൾക്ക് പല കൺഫർമേഷനും ഉണ്ടായിരിക്കണം, ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡിവൈൻ കൺഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ഹോപ്പ് ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറഞ്ഞു തരുന്നുണ്ടായിരിക്കണം. ബട്ട് സ്റ്റിൽ അതൊന്നും നിങ്ങൾ കൺവിൻസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, സോ സഡൻ ആയിട്ട് നിങ്ങൾക്ക് ചില സ്പാർക്ക് ഉണ്ടാവും, ചില കൺഫർമേഷൻ ഉണ്ടാവും. ബട്ട് എഗെയിൻ നിങ്ങൾ ഒരു പഴയ ലെവലിലേക്ക് നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു സെൽഫ് ആയിട്ടുള്ള ഹോപ്പ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സെൽഫ് മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെൽഫ് റെക്കഗ്നേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ലൈഫിൽ ചില ആളുകൾ അത് വളരെ ബ്യൂട്ടിഫുള്ളി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനും അത് ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട് ഈ ഒരു സമയത്ത് അല്ലെ? ലൈഫ് എന്തൊക്കെ സിറ്റുവേഷനിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിലും എന്തൊക്കെയോ നല്ല കാര്യങ്ങളിൽ കണക്ട് ചെയ്ത് അതിൽ പിടിച്ച് പോകുന്ന ആളുകൾ ഉണ്ട്. വെരി ഗുഡ്. ചില ആളുകൾ നിങ്ങൾ ചെയ്യേണ്ടതും അതാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് എന്താണ് ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് റൈറ്റ് ആയിട്ട് സംഭവിക്കുന്നത് അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബിക്കോസ് ഐ ഡോണ്ട് നോ നിങ്ങളുടെ ലൈഫിൽ ചില മേജർ ഇവന്റ്സ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഒരു നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു തിരിച്ചറിവ് വളരെ സ്ട്രോങ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ചില പ്ലേസിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കുക. ഓക്കെ, ചില ചിന്തകളിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കുക. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന പ്ലേസ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയത്ത് അത് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, സോ തിരിച്ചെന്ത് കിട്ടും എന്നുള്ളതല്ല, ചില കാര്യങ്ങൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇട്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒരു സ്റ്റോറി, ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ അതിന് നിങ്ങളായിട്ട് തന്നെ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ നിങ്ങളായിട്ട് തന്നെ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ അത് അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ആ ഒരു ജെന്യൂനിറ്റി നിങ്ങളെടുത്ത് കാണിക്കുക. ചില ആളുകളുടെ അടുത്ത് നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയുക, നിങ്ങൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്ത് കളയുക. ഓക്കെ, അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ചൊരു ചലഞ്ചിങ് ആയിട്ട് ഉണ്ടായിരിക്കാം. റൈറ്റ്, ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ അതിന് വേർത്ത് ആണോ, നിങ്ങൾക്ക് അതിന് ഉള്ളൊരു കോൺഫിഡൻസ് മേ ബി ഉണ്ടാവുന്നുണ്ടാവില്ല. ഓക്കെ, സോ അങ്ങനത്തെ ഒരുപാട് നിങ്ങൾ അതിന് ഡിസേർവ് ആണോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചില പ്ലേസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതേ ഒരു വഴിയിൽ തന്നെ ആയിരിക്കാം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെയല്ല, നിങ്ങൾക്കൊരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പല രീതിയിൽ ശ്രമിച്ചു നോക്കുക. എത്ര സിമ്പിൾ ആയിട്ട് എടുക്കുക. ഒരേ രീതിയിൽ നോക്കിയിട്ട് അത് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വരിക, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, എപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുക? നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കാത്ത വഴികൾ നിങ്ങൾക്ക് കണ്ടെത്താനും അത് നിങ്ങൾക്ക് പിടിച്ചെടുക്കാനും സാധിക്കുക എപ്പോഴാണ്? നിങ്ങളെ സ്വയം അംഗീകരിക്കുന്ന സമയത്താണ്. നിങ്ങളെ സ്വയം അംഗീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. ചിന്തിക്കാനും പുറപ്പെടാനുള്ള ഒരു ഫ്രീഡം, എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, സോ നമ്പർ 7 അഗൈൻ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സ്പിരിച്വൽ ചേഞ്ചസ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചില മാറ്റങ്ങൾ. സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൂടുതൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. എന്താണോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന മെസ്സേജ്, ഡീപ്പ് ഇൻസൈഡ് നിങ്ങൾ എന്താണോ കണക്ട് ചെയ്യുന്നത്, എന്താണോ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഡിവൈൻലി ഗൈഡഡ് ആണ്, അല്ലെങ്കിൽ ലൈക്ക് ചില പ്ലേസിൽ നിങ്ങൾ ഒബ്സർവ്ഡ് ആണ്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ ഒട്ടും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ പ്രയാസങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനോ അങ്ങനെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല. സോ ഡെഫിനറ്റ്ലി നിങ്ങളെ കാണുന്ന ഒരു പവർ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ഒക്കെ നിങ്ങൾ കുറച്ചുകൂടെ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടും കൂടെ വരുന്നൊരു സമയമാണ്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് ചില ഇമോഷണൽ അപ്പ് ആൻഡ് ഡൗൺസ് മേ ബി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ബട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതാണ് നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റി തരുന്നത്. അതാണ് ഈ ഒരു സമയത്ത് എന്താണോ നിങ്ങളുടെ ലൈഫിൽ എവിടെയാണ് ഒരു ചലഞ്ച് ആയിട്ട് നിൽക്കുന്നത് അവിടെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുള്ളൂ.
ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഒരു സമയത്ത് ചില കാര്യത്തിലേക്ക് നിങ്ങൾക്ക് പോസിബിലിറ്റീസ് ഉണ്ടാവില്ല. ഓക്കെ, സോ ചില കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എൻഗേജ്ഡ് ആവാൻ സാധിക്കുന്നുണ്ടാവില്ല. ബിക്കോസ് നിങ്ങൾ ചില കാര്യത്തിൽ പോസിബിലിറ്റീസ് കാണുന്നുണ്ടാവില്ല. അത് നിങ്ങളുടെ പ്രൊഫഷൻ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങൾക്ക് വളരെ ഇമ്പോസിബിൾ എന്ന് തോന്നുന്നത്, അവിടെ നിങ്ങൾക്ക് സാധ്യതകൾ കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ അവിടെ ഡിഫറെൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ കൊണ്ടും ഫീലിങ്സ് കൊണ്ടും ആ ഒരു കാര്യം ബ്ലോക്ക് ചെയ്യാതെങ്കിലും ഇരിക്കുക. ഓക്കെ, നല്ലത് സംഭവിക്കും എന്നുള്ളൊരു ഹോപ്പ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് നല്ലതാണ് നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് പോസിബിൾ അല്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരുപാട് ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഹീലിംഗ് പ്രോസസ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അത് എലോ ചെയ്യാം. ഇപ്പൊ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ ചില പ്ലേസിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം അംഗീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, സ്വയം ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. മേ ബി നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് വേണ്ട ഒരു വാലിഡേഷൻ വേണ്ട പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അതായിരിക്കാം പ്രോബബ്ലി പല പ്ലേസിലും നിങ്ങളെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. എസ്പെഷ്യലി നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഹീൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇമോഷണലി നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് ഉണ്ടാവുന്നത് നിങ്ങൾ എവിടേക്കാണോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു ആക്സെപ്റ്റൻസ് കൊടുക്കേണ്ടത്, അതിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, സ്പെഷ്യലി നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സെർവ് ആവുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും അത് ഇമ്പോസിബിൾ ആണ്, നിങ്ങൾക്ക് സാധ്യമല്ല, നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾ ഫിസിക്കലി മെന്റലി ഇമോഷണലി ചില പ്ലേസിൽ നിങ്ങൾ അർഹിക്കുന്ന പോലെ ചില കാര്യങ്ങൾ വരില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. മേ ബി നിങ്ങളുടെ പാറ്റേൺ അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ അർഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈവൻ വരേണ്ട ടൈമിൽ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഐ ഡോണ്ട് നോ ഇത് ആർക്ക് ഒക്കെ വേണ്ടി കേൾക്കേണ്ട ഒരു മെസ്സേജ് ആണ്. നിങ്ങൾ അർഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സെർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇമോഷണലി ഫുൾഫിൽഡ് ആവുന്നുണ്ട്. നിങ്ങൾ ഫിസിക്കലി മെന്റലി ഇമോഷണലി നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ മേലെ നിങ്ങളുടെ ജീവിതത്തിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാത്തിരിപ്പിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥയോടോ നിങ്ങൾക്ക് ക്ഷമിക്കാനും നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് അത് കണക്ട് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ബിക്കോസ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റൈറ്റ് പ്ലേസിൽ നിങ്ങൾക്ക് സെർവ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ the story hasn't ended yet. ഓക്കെ, നിങ്ങളുടെ കഥ ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ഇവിടെ അവസാനിക്കുന്നില്ല. ചില കാര്യങ്ങൾ നിങ്ങൾ അവസാനിച്ചു എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഇനി ഡിസ്കഷനിൽ വരില്ല, ചില കാര്യങ്ങൾ നിങ്ങളുടെ ടേബിളിൽ ഇനി വരില്ല, ചില കാര്യങ്ങൾക്ക് ഇനി മാറ്റങ്ങൾ സംഭവിക്കില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള കാര്യത്തിന് ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് ഇസ് സംതിങ് വെരി ഇമ്പോസിബിൾ എന്ന് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, ബട്ട് അങ്ങനെയല്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. വളരെ ഓപ്പൺ കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്. വളരെ ഓപ്പൺ കോൺവെർസേഷൻ നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇതുപോലെ കീപ്പ് ചെയ്ത് നിങ്ങൾ ഒരുപാട് സ്വയം നിങ്ങളിങ്ങനെ സഫർ ചെയ്യിപ്പിക്കാതിരിക്കുക. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ പല സിറ്റുവേഷനും ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾ വേണ്ട പ്ലേസിൽ വേണ്ട കാര്യങ്ങൾ സംസാരിക്കുന്നിടത്താണ്. ഓക്കെ, അത് എവിടേക്കാണെന്നുള്ളത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. അത് സംസാരം ഒരു പ്രശ്നം എന്ന് മാത്രം എന്നുള്ളതല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടാലൻസ് ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോബിലേക്ക് നോക്കുകയാണ്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുക. അവിടെ ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കോൺഫിഡന്റ് ആയിട്ടുള്ള വേർഷൻ നിങ്ങൾ അവിടെ കാണിക്കുക. ബിക്കോസ് സംസാരം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് പ്രൊഫഷണലി ആയിരിക്കാം, പേഴ്സണൽ ലൈഫിൽ വരുന്ന സമയത്തും റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും. എങ്ങനെയാണ് പേഴ്സണൽ ലൈഫിൽ വരുന്നുണ്ടായിരിക്കുക, നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചില ആളുകളുടെ അടുത്ത് വേണ്ട രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ പ്രൊട്ടക്റ്റ് ആയി വരികയാണ്, നിങ്ങൾ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, നിങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുകയാണ്. ചില പ്ലേസിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് യൂസ് യുവർ പവർ. ഓക്കെ, യൂസ് യുവർ പവർ ഓഫ് യുവർ വോയിസ്. നിങ്ങളുടെ സംസാരത്തിന് അവിടെ ശക്തി ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അത് ചില പ്ലേസിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതുമായിരിക്കാം, ഇമോഷണലി നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ ഡീപ്പ് കോൺവെർസേഷൻ അവിടെ ചില പ്ലേസിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾക്ക് അത് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തായിരിക്കാം. നിങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ബിക്കോസ് മേ ബി ലൈക്ക് നിങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്തായിരിക്കാം മറ്റേ വ്യക്തിക്ക് അതെങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്, മറ്റേ വ്യക്തിക്കും അത് നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാം. സോ നിങ്ങളെല്ലാം മനസ്സിൽ വെച്ച് നിങ്ങൾ തന്നെ ചില കാര്യങ്ങൾ ഇമാജിൻ ചെയ്തെടുക്കുന്ന സമയത്ത് റിയാലിറ്റിയിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, ആ വ്യക്തിയുടെ ലൈഫിലും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ആരെ പറ്റിയിട്ടാണോ ചിന്തിക്കുന്നത് എന്നുള്ളത്.
സോ അവിടെ തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ ഡൗട്ട്സ്, നിങ്ങളുടെ ഒരു ഹാബിറ്റ്സ് ഒക്കെ നിങ്ങൾ മാറ്റിവെച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ബിക്കോസ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ സംസാരം, നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് പല കാര്യത്തിലും ആ ഒരു ഹീലിംഗ് സംഭവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള മുറിവുകളൊക്കെ മാറ്റാൻ അവിടെ സഹായിക്കുന്നത്. ചില കാര്യങ്ങൾ ബ്യൂട്ടിഫുള്ളി ഹീൽ ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു കാര്യം ഇത് നിങ്ങൾക്ക് എവിടെയൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കോ, ചില ആക്ഷൻസ് നിങ്ങൾ അവിടെ എടുക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് നിങ്ങളുടെ ആക്ഷൻ ആണ് പല കാര്യങ്ങളും നിങ്ങൾ ഹീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത്, നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ ആക്ഷനും. സോ ചെറിയ ചെറിയ ആക്ഷൻ പോലും ഇപ്പൊ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് നിങ്ങൾക്കിനി എന്താണ് ബെറ്റർ ആയിട്ട് ചെയ്യാൻ സാധിക്കുക, അത് ഈവൻ നിങ്ങളുടെ ചിന്താഗതിയിൽ നിങ്ങൾ വരുത്തുന്ന മാറ്റങ്ങളും ആയിരിക്കാം. ഇപ്പൊ വളരെ സാഡ് ആയിട്ട് സെന്റിമെന്റൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് വരാൻ ആഗ്രഹിക്കുന്നത് അതിനെ പറ്റിയിട്ട് ചിന്തിക്കുക. ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു നെർവ് സിസ്റ്റം നിങ്ങൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യാൻ സാധിക്കും. റിലേറ്റ് ചെയ്യുക ഇത് നിങ്ങൾക്ക് എവിടെയൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ചില കാര്യങ്ങൾക്ക് ചില സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ശരീരം ഒരുപാട് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. ലെറ്റ് സി അതെങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. സി എങ്ങനെയാണ് നിങ്ങളുടെ ശരീരം സാറ്റിസ്ഫൈഡ് ആവുന്നത്. മേ ബി ലൈക്ക് ചില ആളുകൾ നിങ്ങൾക്ക് വേണ്ട ഹെൽത്ത് കെയർ നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഹെൽത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങളുടെ ശരീരം വെൽ മെയിൻറ്റെയിൻഡ് ആവുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. മേ ബി നിങ്ങളുടെ ശരീരത്തിന് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ബിക്കോസ് സാക്രൽ ചക്ര നിങ്ങൾക്ക് ഒരുപാട് ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഡീപ്പായിട്ട് ടച്ച് ചെയ്യുന്ന ചില ഇമോഷൻസ് അല്ലെങ്കിൽ വിഷ് ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സും ശരീരം ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ചില മൊമെന്റ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ചില സന്തോഷങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ, റൈറ്റ് ആയിട്ടുള്ള കമ്പനി, സക്സസ്. ഓക്കെ, സോ ഇന്റർവ്യൂസ് ജോബൊക്കെ നോക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബിക്കോസ് വാട്ട് ഐ ക്യാൻ സീ ഈസ് നിങ്ങളുടെ ജോബിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ ഉണ്ടാവണം. ഓക്കെ, നിങ്ങൾ കൂടുതൽ പവർഫുൾ ആവുന്നുണ്ട് നിങ്ങളുടെ ജോബിലേക്കൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കറന്റ് തോട്ട്സ്, കറന്റ് തിങ്കിങ് പാറ്റേൺ, ഇമോഷൻസ്. ഓക്കെ, സോ ചില കാര്യത്തിനോട് നിങ്ങൾ ഡിസ്കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും ആ ഒരു കാര്യത്തിലേക്കാണ്. ഓക്കെ, പുതിയ തോട്ട്സ് അവിടെ നിങ്ങൾ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കാര്യത്തെപ്പറ്റി നിങ്ങൾ സംസാരിച്ച് തുടങ്ങുക, എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മേ ബി ചില ആളുകൾ ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങൾ ഇപ്പം ചില പ്ലേസിൽ നിങ്ങൾ മെന്റലി ഒരുപാട് ഡൗൺ ആയിരിക്കാം, ഇമോഷണലി നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യണം എന്നുള്ളത്. സോ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, വർക്ക്ഔട്ട് ചെയ്യുക, മനസ്സിനും ശരീരത്തിനും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് നിങ്ങൾക്ക് അവിടെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയ പോലെ എല്ലാ കാര്യങ്ങളും എന്നുള്ളത്. ഓക്കെ, റിലേറ്റ് ചെയ്യാൻ ഇത് എവിടെയൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങളിത് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ തോട്ട്സ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്ട്രോങ് വെപ്പൺ എന്ന് പറയുന്നത്. നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെപ്പൺ എന്ന് പറയുന്നത്. നിങ്ങളുടെ എൻറ്റയർ സ്റ്റോറി ചേഞ്ച് ആക്കുന്നത് നിങ്ങളുടെ വാക്കുകളാണ്. ഓപ്പൺ കോൺവെർസേഷൻ, സ്ട്രോങ് ആയിട്ടുള്ള കോൺവെർസേഷൻ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക. നിങ്ങളുടെ വോയിസ് അവിടെ വരുന്ന സമയത്താണ് അല്ലെങ്കിൽ ഓപ്പൺ കോൺവെർസേഷൻ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന സമയത്താണ് നിങ്ങളുടെ പല ഏരിയാസിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഒരിക്കലും നിങ്ങൾ മടിച്ചു വെക്കരുത് ഈ ഒരു സമയത്ത് സംസാരിക്കാൻ വേണ്ടി. അത് ആളുകളായിക്കോട്ടെ, ഗ്രൂപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ വോയിസ് വരേണ്ട പ്ലേസ് ആയിക്കോട്ടെ, വർക്ക് പ്ലേസ് ആയിക്കോട്ടെ, റിലേറ്റ് ചെയ്യാം. ഓക്കെ, ബിക്കോസ് അത് നിങ്ങളുടെ സിറ്റുവേഷൻ ഹീൽ ചെയ്യാണ്. നിങ്ങൾ ഫൈനാൻഷ്യലി ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, പേഴ്സണൽ ലൈഫ് ആയിരിക്കാം, സ്റ്റോറി കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നുണ്ട്. സോ എക്സ്പ്രസ് യുവർ ഫീലിങ്സ്, ഇമോഷൻസ് through your words. So that's the message. Hope you like this video. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.